നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുതിയ ബൾബാണ്. അതായത് ഓസ്റാമിൻ്റെ നൈറ്റ് ബ്രേക്കർ സീരീസിൽ വരുന്ന നൈറ്റ് ബ്രേക്കർ 200. ഈ ഒരു ബൾബാണ് ഇന്ന് നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി, എൻ്റെ കയ്യിലെത്തിയിട്ടും കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോൾ എനിക്കിതൊരു വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോഴത്തേക്കും ഇത് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓസ്റാമിൽ നൈറ്റ് ബ്രേക്കർ സീരീസുകളിൽ ഒരു 4 ബൾബുകളാണ്, ഇതോടുകൂടി 4 ബൾബുകളാണ് ഇതുവരെ വന്നിരിക്കുന്നത്. ആദ്യം വന്നത് ഒരു ഓസ്റാമിൻ്റെ നൈറ്റ് ബ്രേക്കർ അൺലിമിറ്റഡ് ആയിരുന്നു. അതിന് നോർമൽ ഒരു ഹാലജൻ ബൾബിനെ കമ്പയർ ചെയ്തിട്ട് 110% ആയിരുന്നു ബ്രൈറ്റ്നസ് കൂടുതലുള്ളത്. അതിന് ശേഷം വന്നത് നൈറ്റ് ബ്രേക്കർ ലേസറിൽ വന്നിട്ട് 130% ആയിരുന്നു കൂടുതൽ വന്നിരുന്നത്. അതിനുശേഷം നൈറ്റ് ബ്രേക്കർ ലേസർ നെക്സ്റ്റ് ജനറേഷൻ ഏറ്റവും ലാസ്റ്റ് വന്നിരുന്നത് അതായിരുന്നു. അതിൻ്റെ അകത്ത് 150% മോർ ബ്രൈറ്റർ ദാൻ എ നോർമൽ ബൾബ്, അതാണ് അതിൻ്റെ സിസ്റ്റം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റും ലാസ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു പർട്ടിക്കുലർ ബൾബാണ്, ഓസ്റാമിൻ്റെ നൈറ്റ് ബ്രേക്കർ 200. അതായത് 200% ഒരു സാധാ സെയിം ഹാലജൻ ബൾബിനേക്കാളും 200% കൂടുതൽ വെളിച്ചമുണ്ട് എന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. ഇത് നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് വേരിയേഷൻസ് ഉണ്ടാവും. ഓരോ റിഫ്ലക്ടറിനെ ബേസ് ചെയ്തിട്ടും ഈ ബൾബിൽ വേരിയേഷൻസ് ഉണ്ട്. കാരണം എൻ്റെ ഡയറക്റ്റ് എക്സ്പീരിയൻസിൽ ചില ബൾബുകൾ, ഈ പറയുന്ന 150%, 130% ഒക്കെ ഉള്ള ബൾബുകൾ ചില റിഫ്ലക്ടറുകളിൽ 0% ഔട്ട്പുട്ട് നമുക്ക് കിട്ടാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഒരു ബൾബിൻ്റെ സെയിം ഔട്ട്പുട്ട് തന്നെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ ഇട്ട് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും കാണില്ല. അതാണ് ഞാൻ 0% എന്ന് മെൻഷൻ ചെയ്തത്. ഒരു കറക്റ്റ് ലൈറ്റ് മീറ്ററിലൊക്കെ മെഷർ ചെയ്താൽ ചെറിയ ചേഞ്ചസ് ഒക്കെ കാണും. എങ്കിൽ കൂടി നമ്മളൊരു 100 രൂപയുടെ ബൾബും 1000 രൂപയുടെ ഒരു ബൾബും ഇടുന്നത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ലെങ്കിൽ പിന്നെ ആ ഒരു അപ്ഗ്രേഡിലേക്ക് പോകുന്നതിൽ തന്നെ അർത്ഥമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ബൾബ് നമുക്ക് വഴിയത് പരിശോധിച്ച് നോക്കാം. എന്തായാലും ഇത് 200% മോർ ബ്രൈറ്റ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമ്മളിവിടെ പരിഗണിക്കുന്നത് ഒരു H7 ബൾബാണ്. പലതരം ബൾബുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു H7 ബൾബാണ് നമ്മൾ ഇന്നിവിടെ പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബൾബിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 200%, ഇതിൻ്റെ ബ്രൈറ്റ്നസ് വന്നിട്ട് 200% ആണ് കൂടുതലായിട്ട് വരുന്നത്. നമുക്കിവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ റേഞ്ച് 150% കൂടുതലാണെന്നാണ്. നോർമൽ വരുന്നതിനേക്കാളും ത്രോ എന്ന് പറയുന്ന ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഒരു വാഹനത്തിൽ നിന്ന് ഇത് ലൈറ്റിൻ്റെ ബീം ത്രോ പോകുന്ന ഏരിയ 150% മീറ്റേഴ്സ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ലൈറ്റ് കളർ, അതൊരു 20% ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. 20% കൂടുതൽ, സാധാരണ സെയിം H7 ബൾബിനേക്കാളും 20% മോർ വൈറ്ററാണ്. കുറച്ച് വൈറ്റ്നസ് ഉണ്ട്. ഇതിൻ്റെ ബൾബിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ബ്ലൂ ടിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വൈറ്റ്നസ്, ഒരുപാട് കൂടുതൽ, കറക്റ്റ് പറഞ്ഞാൽ 20%, അതായത് കറക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും താഴെ ഒരു നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇതിൻ്റെ ലൈഫ്, സാധാരണ ഹാലജൻ ബൾബിൻ്റെ ഹാഫ് ലൈഫ് മാത്രമേ ഉള്ളൂ. അതിവിടെ കൃത്യമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല. എങ്കിൽ കൂടി ഒരു മിനിമം ബഡ്ജറ്റിൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യാവുന്ന ഒരു അപ്ഗ്രേഡ് തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു സംഗതി, ഇത് മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. ഇപ്പോൾ പലരും ചൈന എന്ന് പറഞ്ഞ് കുറ്റം പറയാറുണ്ട്. ഇത് ഏതായാലും ജർമ്മൻ ബ്രാൻഡാണ്, ഒറിജിനൽ മെയ്ഡ് ഇൻ ജർമ്മൻ തന്നെയാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ H7 ബൾബിന് വരുന്നത് ഒരു 3400 റുപ്പീസാണ്. നമുക്കിവിടെ MRP ലേബൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അതൊരു 3400 റുപ്പീസാണ് ഈ ഒരു 2 ബൾബിന് വരുന്നത്. ഒരു ഡ്യുവോ ബോക്സ്, രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് കാണാൻ അതിൻ്റെ അത് 2 ബൾബുകളുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ഒന്ന് ചെയ്യാനുണ്ട്. അത് വഴിയേ വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മളിത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ബൾബ് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻസ്റ്റലേഷൻ അടക്കം ചെയ്തു കൊടുക്കും. അതല്ലെങ്കിൽ നമ്മളിത് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ചില ദൂരെ നിന്നുള്ള ആളുകൾ ചിലപ്പോൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടം വരെ ഓടി വരാൻ പറ്റില്ലാത്തവർ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മളിത് കൊറിയർ അയക്കാറുണ്ട്. നമുക്ക് ആ ഒരു മെത്തേഡ് അവൈലബിൾ ആണ്. അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബൾബ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ആ ഓപ്ഷനിലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഐറ്റവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.